ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ ശ്രദ്ധയിലായിരിക്കാൻ ഒരിക്കൽ കൂടെ നമുക്ക് ഇടന്നതിന് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ വളരെ തീക്ഷ്ണമായി തന്നെ നമ്മോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. കാനാവിലെ കല്യാണത്തിന് ആ കല്യാണ വീട്ടിലെ കുറവിനെ കണ്ടറിഞ്ഞ അമ്മ ആ ജനത്തോട് ആവശ്യപ്പെട്ടു, ഇവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അപ്രകാരം ചെയ്യുകയും. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളോട് പറയാൻ ഇതേ ഉള്ളൂ. വാസ്തവത്തിൽ ഒരമ്മ ഒരു കുഞ്ഞിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി വസ്ത്രമൊക്കെ ധരിപ്പിച്ച്, നമ്മുടെ സാധാരണ കുടുംബങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. പകലന്തിയോളം കുഞ്ഞ് അതും ഇതുമൊക്കെ എടുത്ത് ഓടി നടന്ന് കളിച്ച് അഴുക്കാക്കി തിരിച്ചു വരുമ്പോൾ വൈകിട്ട് അമ്മ അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് പറയും, ഡാ ഇനി നീ അഴുക്കിലേക്ക് ചേറിലേക്ക് പോകരുത്, ഇനി നീ അഴുക്കിലേക്ക് പോയാൽ അടിച്ച് നിന്നെ ഞാൻ, അതെ, അമ്മ ഒരു വാണിങ്ങും കൊടുക്കും. സ്നേഹത്തിൻ്റെ താക്കീത്. അതെ, പരിശുദ്ധ അമ്മ ഈ ശൂനോയോ നോമ്പിലൂടെ, ഈ വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ നമുക്ക് ഒരു വലിയ വാണിംഗ് നൽകുകയാണ്. ഇനി നീ ചേറിലേക്ക് പോകരുത്. നിങ്ങളോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കപ്പെടും. ഇതാണ് ശൂനോയോമിൻ്റെ വലിയ സന്ദേശം നമുക്ക് ലഭ്യമാകുന്നത്. സ്നേഹമുള്ളവരെ, സ്നേഹമുള്ള അമ്മ തൻ്റെ കുഞ്ഞിനെ വൃത്തിയാക്കി ശുദ്ധീകരിച്ച് സമൃദ്ധമായി അനുഗ്രഹിച്ച് അവനെ സുഗന്ധപൂരിതനാക്കി തീർക്കുന്നത് പോലെ ഈ അമ്മ നമ്മെയും കുളിപ്പിച്ച് വൃത്തിയാക്കി സുഗന്ധപൂരിതമാക്കി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവനാക്കി തീർക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കാവലായിരിക്കട്ടെ. ഈ ദൈവത്തിൻ്റെ അനുകമ്പ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ പരിപാലനം എല്ലാവർക്കും ലഭ്യമാണോ? അതെന്താ ഈ അച്ഛന്മാർക്ക് മാത്രമേ ലഭ്യമുള്ളൂ എന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്? ഒരുപക്ഷെ നിങ്ങളങ്ങനെ ചിന്തിച്ചേക്കാം. നെവർ. എല്ലാവർക്കും ദൈവത്തിൻ്റെ സംരക്ഷണവും അനുകമ്പയും ലഭ്യമാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒരു തിരുവചനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 32-ാം വാക്യം. ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 32-ാം വാക്യം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയാണ്, ഈ ജനക്കൂട്ടത്തിൽ എനിക്ക് അനുകമ്പ തോന്നുന്നു, ഈ ജനക്കൂട്ടത്തിൽ എനിക്ക് മനസ്സലിവ് തോന്നുന്നു. കാരണം ഇവർ 3 ദിവസമായി എൻ്റെ കൂടെ താമസിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കർത്താവിന് മനുഷ്യരിൽ അനുകമ്പ തോന്നുന്നു. പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെട്ടിട്ടല്ല ഈ അനുകമ്പ തോന്നുന്നത്. സാധാരണ മനുഷ്യർക്ക് അനുകമ്പ തോന്നും മനുഷ്യരോട്. എങ്ങനെ? ഏതെങ്കിലും കഷ്ടതയിലോ പ്രയാസത്തിലോ ആയിരിക്കുന്നവർക്ക് അയ്യോ പാവം എന്നുള്ള ഭാവവും ബോധ്യവുമൊക്കെ ഉണ്ടായേക്കാം. നമ്മേക്കാൾ കുറഞ്ഞവനും നമ്മേക്കാൾ കെടുതിയിലായിരിക്കുന്നവനോടൊക്കെയാണ് സാധാരണ മനുഷ്യർക്ക് അനുകമ്പ തോന്നുന്നത്. എന്നാൽ ഇവിടെ ദൈവത്തിന് അനുകമ്പ തോന്നും. സാധാരണ ദൈവം നമ്മിൽ അനുകമ്പ തോന്നാൻ നമ്മൾ എന്തൊക്കെ ചെയ്യും? എന്താ അതിൻ്റെ മാർഗം? നമ്മൾ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നിർവഹിക്കും, നോമ്പെടുക്കും, ഉപവസിക്കും, കർമാനുഷ്ഠാനങ്ങളൊക്കെ നടത്തും. അതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്. ഇവിടെ ഇതൊന്നും കൂടാതെയാണ് തമ്പുരാൻ പറയുന്നത്, ഈ ജനത്തിൽ എനിക്ക് മനസ്സലിവ് തോന്നുന്നു. കാരണം എന്താ? ഇവർ 3 ദിവസമായി എൻ്റെ കൂടെ താമസിക്കുന്നു, 3 ദിവസമായി ഇവർ എൻ്റെ കൂടെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഈ ജനത്തിൽ എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവരെ വിശക്കുന്ന വയറോടുകൂടി പറഞ്ഞു വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നോക്കൂ, സ്നേഹസമ്പന്നനായ യേശു, മനുഷ്യരെക്കുറിച്ച് കരുതലുള്ളവനായ കർത്താവ്
തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയാണ്, ഈ ജനത്തിൽ എനിക്ക് മനസ്സലിവ് തോന്നുന്നു. പൊരിയുന്ന വയറോടുകൂടെ, വിശക്കുന്ന വയറോടുകൂടെ കുറവുള്ളവരായി ഇവരെ പറഞ്ഞുവിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ആ സ്നേഹവാനായ ശക്തനായ ദൈവം, സകലതിനും മതിയായവനായ കർത്താവായ യേശു തമ്പുരാൻ എന്നോട് നിങ്ങളോടും ഇന്ന് ഈ അനുകമ്പ കാണിച്ചിരിക്കുകയാണ്. ഈ അനുകമ്പ കാണിക്കുന്നത് എങ്ങനെയാണ്? 3 ദിവസം തന്നോട് കൂടെ ആയിരുന്നതുകൊണ്ടാണ്. നോക്കൂ, ഇന്നും ദൈവം നമ്മോട് അനുകമ്പ കാണിക്കണമെങ്കിൽ നമ്മൾ തമ്പുരാൻ്റെ കൂടെ ആയിരിക്കണം. തമ്പുരാൻ്റെ കൂടെ ആയിരുന്ന് കർമാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും നോമ്പും ഉപവാസമൊക്കെ അനുഷ്ഠിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ അനുകമ്പയും ദയയും ആർദ്രതയും സ്നേഹവും കരുതലും സംരക്ഷണവും നമുക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടി എന്താ മാർഗം? എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആ വലിയ കരുതലിനെ നമുക്ക് പിടിച്ചു വയ്ക്കാൻ നമുക്ക് സാധിക്കുന്നത്? എങ്ങനെയാണ്? ഈ ജനം സർവവും മറന്ന് 3 ദിവസം തമ്പുരാനെ അന്വേഷിക്കുകയായിരുന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നു. സാധാരണ ഞാൻ തന്നെ എൻ്റെ പള്ളിയിലുള്ള, എൻ്റെ ഇടവകയിലുള്ള പലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പള്ളി കണ്ടില്ലോ അച്ചോ, ഞായറാഴ്ച ഒരു ദിവസമുള്ളൂ, മറ്റുള്ള ദിവസങ്ങളൊക്കെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോയിട്ട് ഞായറാഴ്ച ഒരു ദിവസമുള്ളൂ, അപ്പോൾ പിന്നെ അത് അന്ന് വേറെ ചില ജോലികളൊക്കെ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ടാപ്പിംഗ് ഉള്ളത് കൊണ്ട് വരാൻ പറ്റുന്നില്ല. നോക്കൂ, മനുഷ്യൻ ഓരോ ഉപാധികൾ കണ്ടെത്തുകയാണ്. അവിടെ ഞാൻ അവരോട് മറുപടിയായിട്ട് പറയാൻ എനിക്കും ഒരു വചനം തന്നു തമ്പുരാൻ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 24-ാം വാക്യം. ആ വചനം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ജനതകളെ നിഷ്കാസനം ചെയ്യും, നിങ്ങളുടെ അതിർത്തികൾ ഞാൻ വിപുലമാക്കും. വർഷത്തിൽ 3 പ്രാവശ്യം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ആരും നിങ്ങളുടെ ഭൂമി കൈയടക്കാൻ ശ്രമിക്കുകയില്ല. എന്നോട് പറഞ്ഞത്, അച്ഛാ, ആഴ്ചയിൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ജോലി, ഞായറാഴ്ച ദിവസം മാത്രമേ ഫ്രീ ഉള്ളൂ, അപ്പം അന്ന് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റൂ എന്നുള്ള അർത്ഥത്തിലാണ്. അഥവാ അവരുടെ ജോലി കാര്യങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് പള്ളിയിൽ വരാൻ നേരമില്ല, അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും ജോലിക്കും മറ്റു കാര്യങ്ങൾക്കും എന്നാണ് പറയുന്ന പരാതി. നോക്കൂ, വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. വർഷത്തിൽ 3 പ്രാവശ്യം നിങ്ങൾ ദൈവമായ കർത്താവിന് മുമ്പിൽ ഹാജരാകാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ആരും നിങ്ങളുടെ ഭൂമി കൈയടക്കാൻ ശ്രമിക്കുകയില്ല. നിങ്ങൾ പോകുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ ആയിത്തീരുമ്പോൾ, നിങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ പൂർണ്ണമായി മറന്നിട്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആയിത്തീരുന്നത്. ദൈവവുമായിട്ടുള്ള നല്ലൊരു സജീവ ബന്ധത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ദൈവം അവിടെ കാവൽക്കാരെ നിയോഗിക്കുകയാണ്. നമ്മുടെ കഴിവോ നമ്മുടെ ശക്തിയോ നമ്മുടെ ശേഷിയോ അല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വത്തുക്കൾക്ക് സംരക്ഷണം നൽകുന്നത് തിരിച്ചറിയണം. കർത്താവ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നു, ഈ ജനത്തിൽ എനിക്ക് മനസ്സലിവ് തോന്നുന്നു, കാരണം 3 ദിവസമായിട്ട് ഇവർ എൻ്റെ കൂടെ താമസിക്കുകയാണ്. അതെ, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മെ സഹായിക്കാനും സംരക്ഷിക്കാനും അനുകമ്പ തോന്നുന്നത്, ദയവ് തോന്നുന്നത്. നമ്മുടെ മെറിറ്റിലല്ല, നമ്മുടെ ശക്തിയിലും നമ്മുടെ ശേഷിയിലുമല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, ദൈവപരിപാലനയെ ആശ്രയിക്കാൻ. നോക്കൂ, റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വചനം ഇങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, 2 കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായിട്ട് വരും.
അവർക്ക് അവരോട് ദയവും അനുകമ്പയും ഉണ്ടാകും. വീണ്ടും നമുക്കറിയാം, ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് അതിന് നേട്ടമുണ്ടാകുന്നത്. നമ്മുടെയൊക്കെ സ്നേഹം ആരോടാണ്? നമ്മുടെ സ്നേഹം നമ്മുടെ മക്കളോട്, ജീവിത പങ്കാളിയോട്, ബന്ധുമിത്രാദികളോട്, നമ്മുടെ വേണ്ടപ്പെട്ടവരോട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയാണ്, ജീവിത സംവിധാനങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ചിലർ ജോലിയെ സ്നേഹിക്കും, ചിലർ സ്വത്തിനെ സ്നേഹിക്കും, ചിലർ സൽപ്പേരിനെ സ്നേഹിക്കും. ഇങ്ങനെ ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ വിട്ടുപോവുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നത് തമ്പുരാൻ. നോക്കൂ, ഇനി ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെ തൃപ്തിപ്പെടുത്താനാണ്? ആരോടാണ് എനിക്ക് കൂടുതൽ സ്നേഹം? ദൈവത്തെക്കാളധികം ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ മാതാപിതാക്കളെയോ ബന്ധുമിത്രാദികളെയോ സ്വത്തിനെയോ സമ്പാദ്യങ്ങളെയോ സൽപ്പേരിനെയോ ഒക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവ പദ്ധതിയിൽ നിന്ന് നമ്മൾ അകലെയാണ്. അത് വലിയ പാപവും തെറ്റുമാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവിക സംരക്ഷണത്തിലായി തീരാൻ ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവനും കാർന്ന് തിന്നുകയാണ് ഈ മഹാരോഗം. ഈ മഹാരോഗത്തിൻ്റെ പിടിയിലായിരിക്കുന്ന ഓരോരുത്തരും രക്ഷ നേടാൻ ദൈവിക അനുകമ്പ മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്, ലഭ്യമായിട്ടുള്ളത്, ആശ്രയമായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ മറ്റൊരു ഉപാധിയും കൂടാതെ ദൈവം നമ്മെ സ്നേഹിക്കും. ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിട്ട്, നമ്മൾ തോന്നാത്തതിൻ്റെ, നമ്മുടെ ചിന്തകൾക്കെല്ലാം അതീതമായിട്ട് സർവശക്തനായ ദൈവം സമർത്ഥമായി നമ്മളെ അനുഗ്രഹിക്കും. തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പെറ്റമ്മയ്ക്ക് മക്കളെ മറക്കാനാകുമോ? ഇവിടെ ഈ കാലഘട്ടത്തിൽ അതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, തീർന്നില്ല. മാതാപിതാക്കളുടെ കാര്യം നോക്കൂ. എനിക്കറിയാവുന്ന ഒരു പ്രായമായ ഒരപ്പനും അമ്മയുമുണ്ട്. അവരുടെ മക്കളെ വളരെ സന്തോഷത്തിൽ, സ്നേഹത്തിൽ, സമൃദ്ധിയായ ലാളനയിൽ വളർത്തി, പഠിപ്പിച്ച് വലുതാക്കി, നല്ല ജോലിയൊക്കെ നേടി മിടുക്കന്മാരായി വിദേശത്തായി. ഇപ്പോൾ അപ്പനെയും അമ്മയും നോക്കാൻ വീട്ടിലാരുമില്ല. ഇപ്പോൾ വയ്യാതായപ്പോൾ ഇവരെന്ത് ചെയ്തു? മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ ഒരുമിടുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഈ അമ്മയുടെയും അപ്പൻ്റെയും കോശകലകളാണ്, ഇവരുടെ ചോരയും നീരുമാണ് നിൻ്റെ ശരീരത്തിലായിരിക്കുന്നത്. നീ ഇന്ന് അനുഭവിക്കുന്ന സുഖവും സ്വസ്ഥതയും ഐശ്വര്യവും സൗന്ദര്യവുമൊക്കെ ഇവരിൽ നിന്ന് നിനക്ക് തമ്പുരാൻ തന്നതാണ്. അതുകൊണ്ട് ഇവരെ നീക്കിക്കളയാനോ ഇവരുടെ കാര്യത്തിൽ അശ്രദ്ധനായിരിക്കാനോ നിനക്ക് യാതൊരു നിർവാഹവുമില്ല എന്ന് അവരോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് അവനൊരു ചിന്ത തോന്നിയത്, ശരിയാണ്, ഈ അമ്മയപ്പനില്ലെങ്കിൽ ഞാനില്ല, എനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇവർ വളർത്തിയതെന്ന് അപ്പോഴാണ് അവർക്ക് തോന്നുന്നത്. ഈ കാലഘട്ടത്തിൽ സാധാരണ മാതാപിതാക്കളുടെ സ്നേഹത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ സ്നേഹത്തോടെ അവരെ കരുതാനോ അവരെ സംരക്ഷിക്കാനോ ഒരു മക്കളും തയ്യാറാകുന്നില്ല. അവരെ ആർജിച്ചിട്ടുള്ള സ്വത്തുക്കളൊക്കെ വീതം വെച്ച് എഴുതിയെടുക്കാൻ ഈ മക്കൾ തയ്യാറാണ്. എന്നാൽ ഇനി അവരെ സംരക്ഷിക്കേണ്ടത്, മക്കളെ ഇതുവരെ സംരക്ഷിച്ചത് ഈ മാതാപിതാക്കളാണെങ്കിൽ, മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കേണ്ടത് മക്കളാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടു പോയാണ്. ഓരോരുത്തരും അവനവൻ്റെ സുഖ ഇച്ഛയ്ക്ക് വേണ്ടി, അവൻ്റെ ഭോഗേച്ഛയ്ക്ക് വേണ്ടി, ഭക്ഷിക്കാനും സുഖത്തിനും അവർക്ക് മാന്യമായി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാനുള്ള വ്യഗ്രതയിലേക്കായിത്തീരുമ്പോൾ ഈ തലങ്ങളെയൊക്കെ ഉപേക്ഷിക്കുകയാണ്. മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളെ ഉപേക്ഷിച്ചു പോകുന്ന മാതാപിതാക്കൾ, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ സർവ്വസാധാരണമായി കണ്ടുവരികയാണ്. ഇത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാകാം. ഒരുപക്ഷേ ഈ കാലഘട്ടത്തെ തന്നെ വിളിക്കുന്നത് ഉപഭോഗ സംസ്കാരത്തിൻ്റെ കാലഘട്ടമെന്നാണ്.
എനിക്ക് എന്ത് കിട്ടും, എനിക്കെന്ത് നേട്ടം, ഞാനിത് ചെയ്താൽ എനിക്കെന്ത് നേട്ടം എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെയും ചിന്ത. അത് ഏത് തലത്തിലുള്ള വ്യക്തിയായിരുന്നാലും അങ്ങനെ ഒരു ചിന്തയുടെ പിടിയിലാണ് ഇപ്പോൾ ലോകം. സ്നേഹമുള്ളവരെ, തമ്പുരാൻ പറയുന്നു, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈ ജനത്തിൽ എനിക്ക് മനസ്സലിവ് തോന്നുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അത് കർത്താവിൻ്റെ കൂടെ ആയിരുന്നത് കൊണ്ടാണ് അവർക്ക് ആ മനസ്സലിവ് അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞത്. എന്താ ഈ കരുണയുടെ ഈ ലക്ഷ്യം എന്താണ്? കരുണ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്ത പാപത്തിന്, തെറ്റിന് തക്ക ശിക്ഷ നമുക്ക് ലഭിക്കുക. അത് ലഭിക്കാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. ചെയ്ത പാപങ്ങൾക്കും തെറ്റുകൾക്കുമുള്ള ശിക്ഷ ദൈവം തരാത്തതാണ് ദൈവത്തിൻ്റെ കരുണ. അതാണ് ദൈവം നമ്മോട് കരുണയായിരിക്കുന്നത്, ദൈവം നമ്മോട് അനുകമ്പയായിരിക്കുന്നത്, ദൈവം നമ്മോട് കൃപയായിരിക്കുന്നത്. കൃപയെന്താണ്? നമുക്ക് അർഹതയില്ലാതിരുന്നിട്ടും പല സംഗതികളും സമൃദ്ധിയായി നമ്മെ അനുഗ്രഹിച്ച് നിറച്ചു തരുന്നു. അതാണ് കൃപ, അതാണ് അനുഗ്രഹം, അതാണ് അനുകമ്പ. തൻ്റെ കൂടെ 3 ദിവസം തിരുവചനം കേട്ടുകൊണ്ട് തൻ്റെ കൂടെ ആയിരുന്ന ജനത്തിൽ തമ്പുരാന് മനസ്സലിഞ്ഞു. അവരുടെ സർവ്വ കുറവുകളെയും പരിഹരിക്കുവാൻ ദൈവം തയ്യാറായി. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ഏത് കുറവിനെയും പരിഹരിക്കുവാൻ, അതിനെ സംരക്ഷിച്ച് നമ്മെ വളർത്തുവാൻ സർവശക്തനായ ദൈവം തയ്യാറാണ്. തമ്പുരാൻ നമ്മോട് ഒന്നേ ചോദിക്കുന്നുള്ളൂ, നീ എൻ്റെ കൂടെയാണോ? നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പലപ്പോഴും ഈ ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? റോമാലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ വചനം ഇങ്ങനെയാണ്. റോമാലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? പരിശുദ്ധനായ സ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ത്. ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം ഇതാണ്. ദൈവത്തിൻ്റെ കരുണ ലക്ഷ്യം നിന്നെ അനുതാപത്തിലേക്ക് നയിച്ച് ദൈവസ്നേഹത്തിലേക്ക് ആക്കിത്തീർക്കുക എന്നുള്ളതാണ് ദൈവകരുണയുടെ ലക്ഷ്യം. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, എത്രയോ പ്രാവശ്യം നിങ്ങളിൽ പലരും പല തെറ്റും ചെയ്തിട്ടും, അതായത് മനുഷ്യരുടെ മുമ്പിൽ അവഹേളിക്കപ്പെടാവുന്ന തെറ്റുകൾ, പലപ്പോഴും പാപങ്ങൾ ചെയ്തു പോയിട്ടും ആരും അറിയാതെ ദൈവം നിന്നെ മറച്ചു പിടിച്ച് സംരക്ഷിച്ചിട്ടില്ലേ? ആരും അറിയാതെ ദൈവം നിന്നെ വളർത്തി സംരക്ഷിച്ചില്ലേ? നീ ചെയ്ത തെറ്റിനെ തമ്പുരാൻ പരിഹരിച്ച് പുറത്തു. അത് ദൈവത്തിൻ്റെ കരുണയാണ്. ഇനി അത് മാത്രമാണോ? പലപ്പോഴും നീ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ നിനക്ക് തരാതെ ദൈവം നിന്നോട് കരുണയായിരുന്നു. അർഹത ഉണ്ടായിട്ടും അർഹതയില്ലാതിരുന്നിട്ടും നിന്നെ തമ്പുരാൻ വലിയ കൃപയിലൂടെ വളർത്തിയില്ലേ? അത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ സഹിഷ്ണുതയാണ്, ദൈവത്തിൻ്റെ ക്ഷമയാണ്. അതിനെ നിസ്സാരവൽക്കരിക്കാൻ, നിസ്സാരമായി ഗണിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ അങ്ങനെ ആയിത്തീരരുത്. ആ ജനം 3 ദിവസമായി കർത്താവിൻ്റെ കൂടെയായിരുന്നപ്പോൾ ആ സ്നേഹത്തെ അവർ തിരിച്ചറിഞ്ഞു. ദൈവം അവരെ സ്നേഹിച്ചു, ദൈവത്തെ അവർ സ്നേഹിച്ചു. അതെ, അതാണ് ആയിത്തീരുന്നത്. ഞാൻ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിനേക്കാളുപരി ദൈവം എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പരിഗണിക്കേണ്ടത്. ദൈവം എന്നെ സ്നേഹിക്കണമെങ്കിൽ ഞാൻ ദൈവത്തോട് കൂടെ ആയിരിക്കണം. എൻ്റെ ഭാവത്തിലും ചിന്തയിലും വിചാരങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇടപെടലിലുമൊക്കെ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധം എപ്പോഴും എനിക്കുണ്ടാകണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും സഹിഷ്ണുതയും ക്ഷമയുമൊക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്.
ഈ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവകരുണയിലായിത്തീരുമ്പോഴാണ് ദൈവപരിപാലനയിൽ നമ്മൾ വളരുന്നത്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം മുതൽ പഠിപ്പിക്കുന്നത് ദൈവപരിപാലനയിൽ നീ ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവപരിപാലനയിൽ നീ ആശ്രയിക്കുമ്പോൾ ജീവിതത്തിൽ വിജയം വരിക്കുന്നവനായിത്തീരും. ദൈവത്തിൻ്റെ അനുകമ്പ, സ്നേഹം, ആർദ്രത, ക്ഷമാശീലം, സഹിഷ്ണുത അനുഭവിക്കുന്നവനായി വരും. അപ്പോൾ രോഗങ്ങളും വ്യാധികളും ഗതികളൊക്കെ മാറി സമർത്ഥമായി സന്തോഷത്തിൽ ഐശ്വര്യത്തിൽ ജീവിക്കാൻ കഴിയും. എന്താണ് ഐശ്വര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഐശ്വര്യമെന്നാൽ ഈശ്വരനോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥ, അതാണ് ഐശ്വര്യം. അങ്ങനെയെങ്കിൽ ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം ഗിരിപ്രഭാഷണത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിജയത്തിലേക്കുള്ള ചവിട്ടുപടി. ഗിരിപ്രഭാഷണം തന്നെ ആരംഭിക്കുന്നതിന് അതിൻ്റെ 3-ാമത്തെ വചനം 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതാരാ ആത്മാവിൽ ദരിദ്രരായവർ? അതായത് താഴ്മയുള്ളവർ ഭാഗ്യവാന്മാർ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. അതായത് പശ്ചാത്താപത്താൽ കരയുന്നവർ. താഴ്മയും പശ്ചാത്താപവും. 3-ാമത് ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. കർത്താവ് പഠിപ്പിക്കുകയാണ്. അതായത് സൗമ്യതയുള്ളവർ. അപ്പോൾ താഴ്മ, പശ്ചാത്താപം, സൗമ്യത. ഇനി നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അഥവാ ആത്മീയ പൈതാഹമുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പോൾ നമ്മൾ കണ്ടു, 1 താഴ്മ, 2 പശ്ചാത്താപം, 3 സൗമ്യത, 4 ആത്മീയ പൈതാഹം. 5 തമ്പുരാൻ പഠിപ്പിക്കുകയാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവരുടെ മേൽ കരുണയുണ്ടാകും. 5 കരുണ. ജീവിതത്തേക്കുള്ള ജീവിത വിജയത്തിനുള്ള ചവിട്ടുപടികളെക്കുറിച്ച് തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നു. 5 കരുണ. 6-ാമത്തേത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചവിട്ടുപടി നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. ഹൃദയശുദ്ധി ഉണ്ടാകണം. ദൈവത്തോട് കൂടെ ആയിരിക്കാൻ, ദൈവത്തിലായിരിക്കാൻ, ദൈവം നമ്മെ സ്നേഹിക്കാൻ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ ഹൃദയശുദ്ധി ഉണ്ടാകണം. ഹൃദയശുദ്ധി ഉണ്ടാകുമ്പോഴാണ് ദൈവത്തെ കാണാൻ കഴിയുന്നത്. 6-ാമത് ഹൃദയശുദ്ധി ഉണ്ടാവുക. 7-ാമതായിട്ട് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനകാംക്ഷികൾ, സമാധാനപ്രിയർ ആയിത്തീരണം. ഇനി അടുത്തത് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. അഥവാ നീതിക്ക് വേണ്ടി സഹനം അനുഭവിക്കുന്നവർ. ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ വലിയ വിജയത്തിലേക്കുള്ള ദൈവിക ചവിട്ടുപടികളായി മാറുക. അതിലൂടെ ജീവിത വിജയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കണ്ടത് മത്തായിയുടെ രക്ഷാസുവിശേഷം 5-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൻ്റെ അതിലൂടെ വിജയത്തിൻ്റെ പാത നമുക്ക് തമ്പുരാൻ തരികയാണ്, ചവിട്ടുപടി നമുക്ക് തരികയാണ്. നമുക്ക് അനിവാര്യമായി ദൈവത്തോടൊപ്പമായിരുന്ന് ദൈവിക അനുകമ്പ സ്വീകരിക്കാൻ നമുക്കായിരിക്കേണ്ടത് 1 താഴ്മയുണ്ടാകണം, 2 പശ്ചാത്താപമുണ്ടാകണം, 3 സൗമ്യതയുണ്ടാകണം, 4 ആത്മീയ പൈതാഹമുണ്ടാകണം, 5 കരുണയുണ്ടാകണം, 6 ഹൃദയശുദ്ധി ഉണ്ടാകണം, 7 സമാധാനകാംക്ഷയുണ്ടാകണം, 8 നീതിക്ക് വേണ്ടിയുള്ള സഹനമുണ്ടാകണം, 9 മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുകയോ ദണ്ഡിപ്പിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അനാവശ്യമായിട്ട് അകാരണമായിട്ട് ദൈവത്തെ പ്രതി, ക്രിസ്തുവിനോട് സ്നേഹത്തെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതി നിങ്ങളെ ആരെങ്കിലും പീഡിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവസ്നേഹത്തെ പ്രതി എല്ലാം സഹിക്കാനുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടായിരിക്കണം. ഇങ്ങനെ 9 ചവിട്ടുപടികളിലൂടെ ജീവിത വിജയം നേടാൻ നമുക്ക് സാധിക്കും. ദൈവത്തോടൊപ്പം ആയിത്തീരാൻ നമുക്ക് സാധിക്കും. ആയതിന് സർവശക്തനായ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ആ ദൈവപരിപാലനയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ
ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25 വാക്യം നിങ്ങൾ ആത്മാർത്ഥമായി വായിക്കണം. ദൈവ പരിപാലനായിരിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ. സർവശക്തനായ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, അങ്ങയെ സ്നേഹിക്കുന്നവർ അങ്ങയോടൊപ്പമായിത്തീരാൻ ആഗ്രഹിക്കുന്നുണ്ട് നാഥ. ദൈവമേ, ഞങ്ങളുടെ ജീവിത വഴികളിലെല്ലാം അങ്ങയുടെ സ്നേഹം ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ അങ്ങ് കണ്ടറിഞ്ഞ് പരിഹരിക്കണമേ നാഥ. ശക്തനായ കർത്താവെ, അവിടുത്തെ കൃപ മുഖാന്തരം നന്മയിലൂടെ, സ്നേഹത്തിലൂടെ, ഐശ്വര്യത്തിലൂടെ ജീവിത വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാകുന്ന താഴ്മയും പശ്ചാത്താപവും സൗമ്യതയും ആത്മീയ പൈതാഹവും കരുണയും ഹൃദയശുദ്ധിയും സഹിഷ്ണുതയുമൊക്കെ ഉള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവം, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷ. ഞങ്ങൾ മറ്റുള്ള എന്തിനേക്കാളും കൂടുതൽ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ വലിയ കൃപയും കരുണയും ഞങ്ങൾക്ക് സംരക്ഷണത്തിൻ്റെ കോട്ടയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും മധ്യസ്ഥ ഞങ്ങൾക്ക് എന്നും കാവലായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.